എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് എനിക്കൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അതായത് കൂട്ട് എന്ന സ്ഥാപനത്തിൻ്റെ തിരികളിക്കുന്ന അങ്ങനൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ആ കൂട്ടിൻ്റെ മുന്നിലാണുള്ളത്. അപ്പോൾ നമുക്ക് കൂട്ടിലേക്ക് പോകാം. കൂട്ടിൽ അതുമാത്രമല്ല പ്രഗത്ഭരാണ് അതിൻ്റെ ഉദ്ഘാടനമൊക്കെ ചെയ്യുന്നത്. അതും കാണാം. കൂട്ടിലേക്ക് പോകാം. നമുക്ക് കൂട്ടിലേക്ക് പോകാം. ഇതാണ് കൂട്ട്. बदन पे सितारे लपेटे हुए, तू जाने तमन्ना किधर जा रही हो, जरा पास आओ तो चैन आ जाए, जरा पास आओ तो चैन आ जाए, बदन पे सितारे लपेटे हुए, तो जाने तमन्ना किधर जा रही. ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, മലയാള സിനിമ, സീരിയൽ, അതുപോലെ മറ്റു മേഖലയിലൊക്കെ തെരഞ്ഞു നിൽക്കുന്ന നല്ല നടനും, ഹാസ്യമെന്ന് പറയുന്നില്ല, നല്ല നടനാണ്. അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സുരേഷ് ബാബു. ഇന്ന് വരെ എൻ്റെ പ്രിയപ്പെട്ട മറ്റൊരു സുഹൃത്തായിരുന്നു അജിത് സാർ. അതായത് ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു ചടങ്ങിൽ പങ്കെടുത്തത്. കൃത്യമായിട്ടൊരു ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് സുജിമോനും ഞാനും ചേർന്നാണ് ഉദ്ഘാടനം ചെയ്തത്. ഏതായാലും ഇതൊരു ജനസേവന കേന്ദ്രമാണ്. ജനങ്ങളെ സേവിക്കുക എന്നുള്ള ഒരു ലക്ഷ്യവും മുന്നിൽ വെച്ചുകൊണ്ടാണ് ജനസേവന കേന്ദ്രം ഈ കൂട്ട് ഇവിടെ ഇന്ന് തിരികെ
ഒരു അടിയാലിൻ്റെ ആയുസ് ഉണ്ടാവട്ടെ ഈ കൂട്ടിന് എന്ന് മനസ്സുകൊണ്ട് ആശംസിക്കുക. ഒന്നുകൂടി എല്ലാവർക്കും ആശംസകൾ അർപ്പിക്കുന്നു. കൂട്ട് നന്നാവട്ടെ, നല്ലതിനാവട്ടെ, ജനങ്ങൾക്ക് സേവനം നൽകാൻ കഴിയട്ടെ. അതോടുകൂടി കൂട്ടിൻ്റെ വളർച്ചയും എത്രയും ഉയരങ്ങളിലെത്തട്ടെ എന്ന് മനസ്സുകൊണ്ട് ആശംസിക്കുകയാണ്. നന്ദി, നമസ്കാരം. കൂട്ട് എന്ന ഈ സ്ഥാപനത്തിൽ വരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എന്നെപ്പോലെയുള്ള ഒരു ചെറിയൊരു കലാകാരനെ തിരഞ്ഞെടുത്ത് വിളിച്ചു കൊണ്ടുവന്നു. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ സാറിന് കുറേ കാലം കൊണ്ട് കാണുന്നത് അല്ലേ. അപ്പോൾ ഇവരുടെ എല്ലാം കൂടെ നിന്നിട്ട് തിരി തെളിയിക്കാനുള്ള ഭാഗ്യം ഉണ്ടായി. അതിന് ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഈ കൂട്ട് എന്ന് പറഞ്ഞത് വളർന്ന് പന്തലിക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. അപ്പം അങ്ങനെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഞങ്ങൾക്കൊരു കൂട്ടായി കൂട്ടുന്ന എൻ്റെ പ്രിയ സുഹൃത്ത് സജിത്തേട്ടൻ ആരംഭിക്കുന്നത് നമ്മളെ ഇപ്പോൾ രാജേന്ദ്രൻ സാറ് പറഞ്ഞ പോലെ തന്നെ പിന്നെ ബഹുമാനപ്പെട്ട സുരേഷ് ഏട്ടനും പറഞ്ഞ പോലെ തന്നെ അജിത്തേട്ടനും മറ്റുള്ള ആൾക്കാരും എത്തിയില്ല. ഇപ്പോൾ രാജേട്ടനെ നീണ്ട വർഷങ്ങൾക്ക് ശേഷം ഒന്നുകൂടി കാണാനുണ്ടായി. അതിന് ഒരു കാരണമായ നമ്മുടെ കൂട്ട് എന്ന് പറഞ്ഞ സംഘത്തിന് തുടങ്ങാൻ പ്രചോദനമായത് നമ്മുടെ സുഹൃത്തുക്കളിലൂടെയാണ്. അപ്പോൾ അവർക്കാദ്യം നന്ദി പറയുന്നു. അതുമാത്രമല്ല, ഞാൻ വിളിച്ചപ്പോൾ തന്നെ നിങ്ങൾ കൂടെ നിൽക്കാം എന്ന് പറഞ്ഞ് കൂടെ നിന്ന് നമ്മുടെ സുഹൃത്തുക്കൾക്ക് വരാൻ കുറേ കാലം നമ്മൾ കൂടെ ഉണ്ടായിരുന്നതാണ്. അത് ആനന്ദമായിട്ട് സാറിനും സുരേഷ് സാറിനും ഒരുപാട് നന്ദി. ബാക്കി എല്ലാവർക്കും. പിന്നെ അതിശയം വരാതെ എൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ അപ്പോൾ ഇന്ന് തിരക്കഥ നാട്ടിലില്ല, തിരക്കഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സമയത്തേക്ക് പ്രൊഡ്യൂസർ വിളിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ കുറേ ചോരപാത്രമുള്ളത് ചികിത്സ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു വളർച്ച കിട്ടട്ടെ. എല്ലാവരും സഹകരിച്ച എല്ലാവർക്കും നന്ദി. മോളെ പേരെന്താ? വൈഷ്ണവി. അച്ഛൻ്റെ സ്ഥാപനത്തിലാണ് ഇപ്പോൾ ഉള്ളത് അല്ലേ? അച്ഛൻ്റെ സ്ഥാപനം ഓപ്പൺ ചെയ്തു. അതിനുശേഷം നമുക്കൊരു മധുരം കഴിക്കലുണ്ട് അല്ലേ? ആ ഒരു മധുരം ഒന്ന് കഴിച്ചാലോ? എന്താ കഴിക്കാൻ പോകുന്നത്? ഉണ്ണിയപ്പം. ഉണ്ണിയപ്പം ഇഷ്ടമാണോ? എന്നാ ഒന്ന് കഴിച്ചാലോ? എങ്ങനെയുണ്ട്? അടിപൊളി അല്ലേ? പിന്നെ എന്താ പഠിക്കുന്നത്? ഏവിയേഷൻ. എവിടെയാ? ഓക്കെ. ഏവിയേഷൻ ഭയങ്കര ഇഷ്ടമായിട്ട് തിരഞ്ഞെടുക്കുകയാണ്. ആ, ഏതാ ഇഷ്ടം? പറക്കാനാണോ? അല്ല എന്തായാലും എല്ലാവിധ ആശംസകളും നേരുന്നു. നന്നായിട്ട് പറക്കാൻ, ഒരുപാട് രാജ്യങ്ങളിൽ പറക്കാനുള്ള ഒരു അവസരം ഉണ്ടാവട്ടെ അല്ലേ? അപ്പോൾ ശരി, എന്നാൽ കാണാം. എന്നാ പേരെന്താ? എന്താ ചെയ്യുന്നത്? ഈ കൂട്ടെന്ന സ്ഥാപനമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? എന്നിട്ട് ഇങ്ങനെ മടിച്ചു കളിച്ച് പറയാൻ വേണ്ടി സന്തോഷമുണ്ട്. അച്ഛനിങ്ങനെ സ്വന്തമായിട്ടൊരു സ്ഥാപനം സന്തോഷം സംസാരിച്ചത്.
നമസ്കാരം, ഞാൻ പ്രശാന്ത്, തലശ്ശേരി മിമിക്രി ആർട്ടിസ്റ്റാണ്. 2-3 ചാനലിൽ പ്രോഗ്രാം ചെയ്യാൻ പറ്റി. കോമഡി ഉത്സവം, അതുപോലെ തന്നെ ഒരു ചിരി ബമ്പർ ചിരി, അത് ഞാനും മകനുമാണ് ചെയ്തത്. അതിൻ്റെ പിന്നെ കോമഡി മാസ്റ്റേഴ്സ്, അമൃത ചാനലിലെ കോമഡി മാസ്റ്റേഴ്സ് ചെയ്തു. അപ്പോൾ അത്യാവശ്യം ഇങ്ങനെ ചെറിയ ചെറിയ വർക്കുകളൊക്കെ ആയിട്ട് പോകുന്നു. അപ്പോൾ എല്ലാവിധ പിന്നെ സപ്പോർട്ടുകളും ഭാഗത്ത് സ്ഥാപനത്തിലുണ്ടാവണം. ഓക്കെ, നമ്മുടെ സുഹൃത്തിൻ്റെ സ്ഥാപനമാണ് ഈ കൂട്ട് എന്ന് പറയുന്ന ഇതിന് നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടുകളും ഉണ്ടാകണം. പിന്നെ എല്ലാവിധ ആശംസകളും ഈ കൂട്ട് എന്ന സ്ഥാപനം. എൻ്റെ പേര് പ്രകാശ് കുമാർ. ഞാൻ ഇവിടെ തന്നെയാണ് ഇത് സ്ഥലം പെരുന്താറ്റി. എൻ്റെ സുഹൃത്താണ് ഈ സ്ഥാപനം തുടങ്ങിയത്. കൂട്ട് അതൊരു നല്ലൊരു പേര് പോലെ തന്നെ ഒരു കൂട്ടായ്മയാണ്. അപ്പം നമ്മുടെ കൂട്ടായ്മ മാത്രമല്ല, എല്ലാവർക്കും ഉള്ളൊരു ജനങ്ങളായിട്ട് മൊത്തമുള്ളൊരു കൂട്ടായ്മ. ഇതാണ് ജനങ്ങൾക്കൊരു കൂട്ടായ്മ, തന്നെയാണ് അതിനെക്കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അവൻ്റെ ഈ സ്ഥാപനത്തിന്, അവൻ്റെ അതല്ല ഞങ്ങളുടെ സ്ഥാപനത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. പിന്നെ ഞാൻ LIC ഏജൻ്റാണ്, ഇൻഷുറൻസ് മേഖലയിൽ വർക്ക് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നാടകം, ഷോർട്ട് ഫിലിമൊക്കെ അഭിനയമുണ്ട്, ഡയറക്ഷനുണ്ട്. 2 ചെയ്തു. 2 ഷോർട്ട് ഫിലിമിൽ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇപ്പം 3ാമതൊന്ന് ചെയ്തിട്ട് ഒരു 90% ക്ഷണിക്കും. എൻ്റെ 3ൻ്റെയും തിരക്കഥ എൻ്റെ ഒരു സുഹൃത്ത് കൃഷ്ണകുമാർ, സർക്കൻ കൃഷ്ണകുമാർ, തിരുവനന്തപുരംകാരനാണ്, പുള്ളിയുടെ ആണ്. അപ്പോൾ എല്ലാവരുടെയും കൂട്ടായ്മയിൽ അങ്ങനെ 2 ഭംഗിയായി ചെയ്യാൻ പറ്റി. അപ്പം കിട്ടിയ അവാർഡ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കഴിവ് കൊണ്ടല്ല, മറ്റുള്ളവരെ എല്ലാവരെയും സപ്പോർട്ടിങ്ങും ആ കഴിവാണ് നമുക്കതൊരു അവാർഡ് എടുക്കുന്നത്. അപ്പോൾ ഇനിയും എല്ലാവരുടെയും കൂട്ടായ്മ, ഈ കൂട്ട് പോലെ തന്നെ അതിലും ഒരു കൂട്ടായ്മ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും നന്ദി. കൂട്ടിൻ്റെ ഉദ്ഘാടനവും കഴിഞ്ഞ് കൂട്ടിൻ്റെ വിശദ വിവരവും നമ്മൾ അറിഞ്ഞു. അപ്പോൾ കൂട്ടിന് എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി നേരുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ ജനങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് തീർച്ചയായിട്ടും ഈ കൂട്ടിന് വേണം. ഈ കൂട്ട് വളർന്ന് വലുതായിട്ട് ഇതേപോലത്തെ ഒരുപാട് സ്ഥാപനങ്ങൾ വരട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.